ഇന്നൊരു വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ് റെഡിയാക്കി എടുക്കുന്നത്. ചായയുടെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ. 1 കപ്പ് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത്, 1 കപ്പ് ബീൻസ് അരിഞ്ഞത്, 1 കപ്പ് ക്യാരറ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 1 മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞത്. ഇതിലേക്ക് 3 കളറിലുള്ള ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് എടുക്കുന്ന പച്ചക്കറികൾക്ക് കനം കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ക്യാബേജും ക്യാരറ്റും ബീൻസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കണം. റെഡ് ചില്ലി സോസ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ റെഡിമെയ്ഡ് സ്പ്രിംഗ് റോൾ ഷീറ്റാണ് എടുക്കുന്നത്. ഇത് ബേക്കറികളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. 40 ഷീറ്റാണ് ഈ ഒരു പാക്കറ്റിലുള്ളത്. ഈ റോൾ ഷീറ്റ് ഫ്രീസറിൽ വയ്ക്കരുത്, ഫ്രിഡ്ജിലാണ് വയ്ക്കേണ്ടത്. റോൾ ചെയ്യാൻ എടുക്കുന്നതിന് 5 മണിക്കൂർ മുമ്പായിട്ട് പുറത്തെടുത്ത് വെക്കണം. ഇനി ഇതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ വെക്കുക. വെജിറ്റബിൾ മസാലയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരറ്റത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് 2 തവണ റോൾ ചെയ്തതിന് ശേഷം 2 സൈഡിൽ നിന്നും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 സൈഡിൽ നിന്നും വീണ്ടും മടക്കി റോൾ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് അറ്റത്തായിട്ട് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് റോൾ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഷീറ്റും റോൾ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഷീറ്റും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ റോളെല്ലാം ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ പെട്ടെന്ന് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള നമ്മുടെ കുട്ടിക്കുറുമ്പന്മാർക്കും കുറുമ്പികൾക്കൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്താൽ അവർ പ്ലേറ്റ് പെട്ടെന്ന് കാലിയാക്കും. സ്കൂളിൽ സ്നാക്സായിട്ടും കൊടുത്തു വിടാവുന്നതാണ്. ഇപ്പോൾ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ റോൾസും ഫ്രൈ ചെയ്തെടുക്കാം.
പിന്നെ വെജിറ്റബിൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്ത് 1 മാസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്ത് ചൂടോടെ കഴിക്കാം.